ഹലോ, ഇന്നിപ്പോൾ മക്കളൊക്കെ വീട്ടിൽ നിന്ന് ദിവസമായതുകൊണ്ട് മന്തി വേണമെന്ന് പറഞ്ഞ് മന്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഗ്രീൻ ചട്നിയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയോ എന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ അതും കൂടി റെഡിയാക്കാനുള്ള തിരക്കിലാണ്. മന്തിയൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഒരു 4-5 മുട്ട എടുത്തിട്ട് അതിനെ ഒന്ന് മയണൈസ് ആക്കി എടുക്കാൻ അതിൻ്റെ വെള്ളം മാത്രം എടുത്തു. പാകത്തിന് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാമെങ്കിലേ നല്ല സൂപ്പർ മയണൈസ് കിട്ടും കേട്ടോ. ഞാൻ അതിലോട്ട് ഒരല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഇച്ചിരി ഉപ്പും അതുപോലെ ഒരു ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്ത് അതിന് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള നല്ല സൂപ്പർ മയണൈസ് കിട്ടി കേട്ടോ. ഇതിങ്ങനെ റെഡിയാക്കി എടുത്താലും മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് തക്കാളി ചട്നി കൂടെ റെഡിയാക്കാൻ 2 പഴുത്ത തക്കാളി എടുത്തു, അതിലോട്ട് കുറച്ച് ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇച്ചിരി മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തു, ഒരു സവോളയും ആവശ്യത്തിന് നാരങ്ങ നീരും ഒക്കെ ഒഴിച്ച് ഉപ്പും പാകത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ നാരങ്ങ നീര് ഇട്ടത് വിനാഗിരിക്ക് പകരമാണ് കേട്ടോ. ചിലർ വിനാഗിരിയൊക്കെ ആക്കാറുണ്ട്. വിനാഗിരിക്ക് പകരം എന്തായാലും നല്ല ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ നീര് തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ എനിക്ക് കുറച്ച് പുളി കുറവ് തോന്നി കേട്ടോ. അപ്പോൾ ഇച്ചിരി കൂടെ നാരങ്ങ നീരൊക്കെ അതിലോട്ട് ഒഴിച്ച് കൊടുത്ത് റെഡിയാക്കി എടുത്തപ്പോൾ നല്ല സൂപ്പർ ചട്നി ആയിട്ടുണ്ട്. പിന്നെ അതേ മന്തി വിളമ്പുവാണ്. ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. 1 മണി ആയിട്ടില്ല. ഇന്നെന്തായാലും ഫുഡ് നേരത്തെ ആയിക്കോട്ടെ എന്നുള്ള മട്ടിലാണ്. അല്ലെങ്കിൽ 4 മണിയായാലും ഫുഡ് കഴിക്കാൻ വരാത്തവർ 12:30 ആവുന്നപ്പോൾ എന്ന് റെഡിയായി നിൽക്കുകയാണ്. ഫുഡ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് എന്തായാലും നല്ല മയണൈസും ചട്നിയൊക്കെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു.